കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പത്രവാർത്തകൾ സ്ഥിരം ഇടം നേടുന്ന ഒരു ഭാഗമാണ് കൊലപാതകങ്ങൾ എപ്പോഴും പത്രവാർത്തകളിൽ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും കുടുംബാംഗങ്ങളെ കൊല ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും കൊലപാതകങ്ങൾ അങ്ങനത്തെ ഒരു വിഭാഗം കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പത്രം വായിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു വാർത്ത, അധികം പ്രായമില്ലാത്ത കുട്ടികൾ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയൊക്കെ കൊല്ലുന്നു എന്നുള്ള വാർത്തകളാണ്. പല കാരണങ്ങൾ പറയുന്നുണ്ട് ഈ കൊലയ്ക്ക് പിന്നിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാമല്ലേ? ഇന്നും ഒരു വാർത്ത ഉണ്ടായിരുന്നില്ലേ, ഈ നമ്മൾ ഇന്ന് വായിച്ചാന്ന് തോന്നുന്നു, കൊടുങ്ങല്ലൂർ ഒരു സംഭവം ഉണ്ടായ പോലെ 24 വയസ്സുള്ളൊരു, അത് കൊലപാതകം എന്നല്ല, ഇങ്ങനെ ശ്രമം നടത്തിയവരുണ്ട്, അവർ ഗുരുതരമായിട്ട് പരിക്കേറ്റ് ഹോസ്പിറ്റലിലാണെന്നുള്ളത്. മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. പക്ഷെ അതിനകത്ത് വാർത്തയിൽ പറയുന്നത് അവൻ മയക്കുമരുന്നിന് ലഹരിക്ക് അടിമയിരുന്നാണ് പറയുന്നത്. പക്ഷെ അല്ലാത്ത കേസുകളുണ്ട്. ലഹരിക്ക് മാത്രമല്ല, ഈ ചില വിചിത്രമായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസം പിന്തുടരൽ, ബ്ലാക്ക് മാജിക്, അതുപോലത്തെ സംഭവങ്ങളിൽ പെട്ട ആൾക്കാരും ഇങ്ങനെ കൊല ചെയ്തിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ ആദ്യം കേട്ട സംഭവമില്ലേ, ഒരു കേഡൽ ജിൻസൺ നന്ദൻകോട് ഉണ്ടായിരുന്ന, അത് ശരിക്കും ആൾക്കാർ ഞെട്ടിപ്പോയത്. അച്ഛൻ, അമ്മ, സഹോദരി, പിന്നെ ഒരു ബന്ധു, ഈ 4 പേരെയാണ് കൊന്നത്. ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഭയങ്കര വൈവിധ്യങ്ങളുള്ളത്. ഒന്ന് ഈ പറയുന്ന പോലെ കുടുംബാംഗങ്ങളെ കൊല്ലുന്നു, മറ്റൊന്ന് സ്വന്തമായിട്ട് മരിക്കാൻ, സന്തോഷത്തോടെ മരിക്കാൻ തീരുമാനിക്കുന്നു. അതും ഒരു വാർത്തയുണ്ട്. തിരുവനന്തപുരത്ത് അരുണാചൽ പ്രദേശിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു ദമ്പതികളും അവരുടെ ഒരു സുഹൃത്തും. അപ്പൊ പലപ്പോഴും പക്ഷെ അവര് എഴുതി വെച്ചിരുന്ന കൃത്യമായിട്ട്, ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ സന്തോഷത്തോടെ യാത്ര പറയുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒരു വിഭാഗം അച്ഛനമ്മമാരെയൊക്കെ കൊല്ലുന്നു, മറ്റൊരു വിഭാഗം സ്വന്തമായിട്ട് മരിക്കുന്നു, പിന്നെ കുറെ പേര് ലഹരിക്കടിമപ്പെട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നു. അപ്പൊ ഒരുപക്ഷെ ഈ ലഹരിക്കടിമപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു സ്വബോധമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യം ആയിരിക്കും അത്. ചിലപ്പോൾ ആ സമയത്ത് മുമ്പിലേക്ക് അമ്മയാണ് അച്ഛനാണെന്ന് ചിലപ്പോൾ തിരിച്ചറിവുണ്ടാവില്ല. അപ്പൊ ആ ഒരു ബോധമില്ലായ്മയെന്നാണ് ആ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൊലപാതക ശ്രമം വരുന്നത്. പക്ഷേ മറ്റു പലതും ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്നത് ആത്മഹത്യയില്ലേ, അവിടെ പോയിട്ട് അതൊക്കെ ശരിക്കും എഴുതി വെച്ചിട്ടുണ്ട് അവർ, ഞങ്ങൾ മരിക്കണമെന്നുള്ളത്. അതുപോലെ മറ്റേ ആദ്യമുണ്ടായ കേഡൽ ജിൻസന്റെ കേസ്, അവന് യാതൊരു കുറ്റബോധമില്ല, അവൻ ചെയ്തു തന്നെയാണ്, തിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവൻ പ്ലാൻ ചെയ്താണ്. ഈ കത്തിയതിന്റെ കൂട്ടത്തിൽ ഒരു ഡെമ്മിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ നേരത്തെ ഡെമ്മി കത്തി നോക്കിയാണ് ഇതിനെ പോയിട്ട് പകുതി കഴിഞ്ഞ ഡെമ്മിയും മറന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം പ്രജിൻ, ഒരു അവന്റെ അമ്മ പറയുന്നത്, അവന് ആ ഒരു വാർത്ത അങ്ങനെ വായിക്കണ്ടായി, തിരിച്ചു വരണ്ട, എനിക്കും എന്നെയും എൻ്റെ മോളെയും കൊല്ലും. അവർക്ക് പേടിയുണ്ട് ഇപ്പോഴും. ആദ്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചത് പലപ്പോഴും ആ കുട്ടിക്ക് വിദേശത്ത് പോയി പഠിക്കാനായിട്ട് MBBS കഴിഞ്ഞ കുട്ടിയാണ്, അതിന് പണത്തിന്റെ ബുദ്ധിമുട്ട് കാരണമായിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന വാർത്തകൾ പലതും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു. മുടി മുഴുവൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം മുടി മുറിച്ച് മാറ്റും, അത് തന്നെ ആ റൂമിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ചില വേറെന്തോ പറയുന്നുണ്ടായില്ല, അതിനകത്ത് ചില പ്രതിമകൾ, പ്രത്യേക രൂപമുള്ള പ്രതിമകൾ, പിന്നെ ചില നമ്മൾ സാധാരണ കാണാത്ത ആയുധങ്ങളിൽ ചില ചെറിയ പ്രതിമ മോഡലില്ലേ, ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ എവിടെ ഏതോ ഒരു ഡാർക്ക് വെബിൽ നിന്ന് ഇതുപോലത്തെ വിവരങ്ങൾ കിട്ടുന്നുണ്ട് പുള്ളിക്ക്. കാരണം അതൊക്കെ ആയിരിക്കും വെച്ചേക്കണത്. ബ്ലാക്ക് മാജിക്കുകൾ ഇപ്പോഴും ഉണ്ടാവും, നമ്മളെ കേരളത്തിൽ ഒരുപാട് സജീവമാണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും അല്ലേ. പക്ഷെ അത് പഴയ ആൾക്കാര് ആഭിചാരങ്ങളോ അല്ലെങ്കിൽ നരബലിയൊക്കെ നടത്തുന്നതിൽ അന്ധവിശ്വാസം മാത്രം നോക്കാം. ഈ കുട്ടികൾ വളർന്നു വരുന്നൊരു തലം അവരാണ് ഇപ്പോൾ ചെയ്യുന്നത് കൂടുതലായിട്ടത്. അതിൻ്റെ പേരിൽ ആക്രമിക്കുന്നത് സ്വന്തം മാതാപിതാക്കൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അവർ കൊലപ്പെടുത്തുന്നത്. പക്ഷെ ഇത്തരത്തിൽ പോകുന്നവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകളൊന്നും കേൾക്കുന്നില്ല. അത് കുറവാണ്. ഡ്രഗ്സിനേക്കാളും അധികം പേടിക്കേണ്ട ഇത്തരം വിശ്വാസങ്ങൾ അടിമപ്പെട്ട് പോകുന്നതുകൊണ്ടായിരിക്കും അല്ലേ. അതെ, അവരുടെ മനസ്സിലൊരു വിശ്വാസം വന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതിലെന്തെങ്കിലും ഒരു ലക്ഷ്യം എന്തെങ്കിലും ഒരു പറയാനുണ്ടാവും, ഈ ബ്ലാക്ക് മാജിക്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ. അപ്പോൾ അതിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ആരെയും കൊല്ലാം, അല്ലെങ്കിൽ അത് സ്വന്തം ബന്ധമെന്നല്ല, ആരെയും കൊന്നായാലും അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളതാണ് അവരുടെ. അവരങ്ങനെ ആയിരിക്കും, അവരുടെ ചിന്ത അതാണ്. ഇനി വരാൻ പോകുന്നത് നല്ല കാലം അവർക്കുണ്ട്. അപ്പം അതിനുവേണ്ടി തെറ്റല്ല, ഈ ഒരു കൊലപാതകം ചെയ്താൽ ഞാൻ അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് എത്തപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത ആൾക്കാർ ഉദ്ദേശിച്ചത് മരണാനന്തര ജീവിതമാണ്, അല്ലെങ്കിൽ ഒരു പുനർജന്മം എന്ന് പറയാം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഒന്നുകൂടി ജനിക്കാൻ വേണ്ടിയാണ്. അതെ, പക്ഷെ കൊല ചെയ്യുന്നത് അത് വേറെന്തോ ഒരു ഉദ്ദേശത്തിനാണ്. അതിനകത്ത് ഇതൊരു അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണ് ഈ ചെയ്യാന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചെയ്തേക്കണത്. കാരണം കൊലപാതകം ചെയ്തുകൊണ്ട് പുനർജന്മത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം സാമാന്യ ബോധമുള്ളൊരു കാര്യം, പിടിക്കപ്പെടും, അത് കേസാവുന്നുള്ളത്. പക്ഷേ ഇവരുടെ വിശ്വാസം വേറൊന്നാണ്. ഇത് ഒരു പുണ്യകർമ്മം പറയും ചിലപ്പോൾ അവർ കാണുന്നത്. അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സ്വന്തം മാതാപിതാക്കളെ ആരെങ്കിലും കൊല്ലണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊല്ലുവർ.
ഇതിനൊക്കെ തടയാനൊരു വഴി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഇന്റർനെറ്റിന്റെ ഒക്കെ അമിത ഉപയോഗമായിരിക്കും ഒരു പക്ഷേ ഇതിനകത്തേക്കൊക്കെ ആയിരിക്കണം. ഒരുപാട് ഈ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ സൈറ്റുകളുണ്ട്. അല്ല, അതിനകത്ത് തന്നെ ഈ നമ്മൾ പറയാറില്ല, ഇപ്പോൾ ഇലന്തൂര് നരബലി നടന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ എടുത്താൽ ഒരുപാട് പൈസ കിട്ടും അതിടാനായിട്ട്. അതുപോലെ വേറെ വെസ്റ്റേൺ എല്ലാം ഉണ്ട്, ഈ ലൈവായിട്ട് കൊല ചെയ്യുന്നത് കാണാനും അതൊക്കെ അതിന് കാണാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അതിന് പൈസ പെയ്ഡ് സൈറ്റാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതിലേക്ക് ആൾക്കാർ ഇതിട്ട് കൊടുക്കും. പോലീസ് അതും അന്വേഷിച്ചിരുന്നു, ഇലന്തൂരിൽ നരബലി കാണുന്നപ്പോൾ ആ വീഡിയോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു സാധ്യതയുണ്ട്, പൈസക്കായിട്ട് അതും ചെയ്യും ആൾക്കാർ. ഒരു കൊലപാതകം എടുത്തിട്ട് കൊടുത്താൽ അതിന് കിട്ടുന്നത് വലിയ തുകയാണ്. അപ്പോൾ അത്തരത്തില് ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കാമല്ലേ ഈ ഒരു ഡാർക്ക് വെബിന്റെ ആ ഒരു സൈറ്റ് വെബൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഈ ഒരു ടീനേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, പല കാര്യങ്ങളും അറിയാനായിട്ടുള്ളൊരു ഇഷ്ടം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചെന്ന് പെടുന്ന ട്രാക്ക് ഇത്തരത്തിലൊരു ബ്ലാക്ക് ആണെങ്കിൽ അതിനകത്ത് പെട്ടത്. കാരണം അതിൽ പിന്നെ കൂടുതൽ ഡീപ്പായിട്ട് സെർച്ച് ചെയ്യും തോറും ഈ തലയിൽ അതിൻ്റെ വിശ്വാസം വന്ന് അറിയണം നേരം. ശരിക്കും പറഞ്ഞ ഒരു അഡിക്ഷനാണത്. അപ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യുന്നൊരവസ്ഥയായിരിക്കാം. കാരണം ഇതിന് കൃത്യമായിട്ട് ഉത്തരവാക്കം പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടതിന്. ലഹരിക്ക് അടിമപ്പെട്ട് ആക്രമിക്കുന്നത് വേറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ വക പുസ്തകങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ വെബിൽ കയറി കണ്ടിട്ടോ ഈ മാതാപിതാക്കളെ കൊലപ്പെടും മൂലം ഇങ്ങനെ പോകുന്നല്ലേ. ഇതിനൊക്കെ ഒരു സൈക്കോളജി പരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുമോ അല്ലേ? അത് സാധിക്കുമായിരിക്കും. കാരണം നമുക്ക് ഓർമ്മയുള്ള കേസ് എന്ന് പറഞ്ഞാൽ കേഡൽ ജിൻസന്റെ കേസിൽ അയാൾക്ക് പിന്നെ മാനസികാസ്വാസ്ഥ്യമായിട്ട് സൈക്കോളജിസ്റ്റിനെ കാണിച്ചിരുന്നു. പക്ഷെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇത് ഉള്ളിൽ നിന്ന് ഈ പറയുന്ന മറ്റേ നമ്മള് മണിച്ചിത്രത്താഴിലെ ഗംഗയിൽ നിന്ന് എടുത്ത് പറിച്ചു കളയുന്ന പോലെ അത് കളയാൻ സാധിക്കും അങ്ങനെ പൂർണ്ണമായിട്ടും? അങ്ങനെയൊക്കെ പറ്റിയ അത് ട്രീറ്റ്മെന്റിനെ ഈ പറയുന്ന ആൾ കൂടി പൂർണ്ണമായിട്ടും സമ്മതിച്ച് പൂർണ്ണ മനസ്സോടെ ഇരിക്കണം. എന്താണെന്ന് ചിലപ്പോൾ സംഭവിക്കായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽ നമുക്കറിയില്ല. ഈ സംഭവം എനിക്കറിയാവുന്നതാണ്. ജയിലിലെ DGP ഉണ്ടായില്ലേ ശ്രീലേഖ, അവർ പറഞ്ഞൊരു സംഭവം ഉണ്ടായി. ഈ കേഡൽ അവിടെ പോയിട്ട് ജയിലിൽ ഒരാളെ കൊല്ലാൻ നോക്കി ഇതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഇവർ കണ്ട് സംസാരിച്ചു പോകാനായിട്ട്. അപ്പോൾ അവൻ പറയുന്നത് ഞാനത് ചെയ്യുന്നതല്ല, എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു രൂപം ഉണ്ട്, ആ രൂപം വന്നിട്ട് എൻ്റെ മുമ്പിൽ എന്ന് പറയുന്നത് കിൽഹിം എന്ന് പറയണം. അപ്പോൾ അയാൾ പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും. കേഡലിലാണല്ലോ ആ സമയത്ത് പറഞ്ഞിരുന്നത് ആത്മാവ് സഞ്ചരിക്കുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് പുള്ളി പരീക്ഷ നോക്കിയിരുന്നാലാണ് ആത്മാവിനെ പുറത്തെടുത്ത് സ്വതന്ത്രമായിട്ട് കറങ്ങാൻ വിടുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊലപാതകം നടത്തുമ്പോഴും പുള്ളി അതിനെ ന്യായീകരിക്കുന്ന എന്നോട് വേറൊരാൾ ഒരാൾ പറയുന്നുണ്ട് എന്നോട് അവരെ കൊല്ലുന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഈ ഒരുപക്ഷെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉള്ളിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾക്കായിരിക്കും ഇത്രയും തീവ്രമായിട്ട് ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതും. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരാൾ മുൻപിൽ വന്ന് നിൽക്കുന്നു, കൊല്ലാൻ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സാമാന്യമായിട്ട് ചിന്തിക്കുന്ന ഒരാളെപ്പോഴും അതിനകത്ത് നിന്ന് പിൻവാങ്ങാനുള്ള സാധ്യതകളല്ലേ കൂടുതൽ. പക്ഷെ ഇതിനകത്ത് അടിയുറച്ച് വിശ്വസിച്ച് ഒരാളെ കൊല്ലാൻ ഏബിൾ ആവുക എന്ന് പറയുന്നത് മാനസിക വൈകല്യങ്ങൾ കൂടി ആയിരിക്കൂലേ ഒരു പക്ഷേ? മാനസിക വൈകല്യം തന്നെയാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാത്തവരുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ടൊരു അതിലും തീവ്രമായൊരു വിശ്വാസമാണ് സാത്താൻ സേവ എന്നുള്ളത്. കാരണം അത് സാത്താൻ വിശ്വസിക്കുന്നവർ ദൈവം എന്തൊക്കെ ചെയ്യുക അതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവരുടെ ചടങ്ങുകളും എല്ലാം കുറച്ചുകൂടി നമ്മളൊന്നും കാണാത്ത രീതിയിലുള്ള ചടങ്ങുകൾ ചെയ്യുന്നവർ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരിക്കണം ഇതുപോലത്തെ കർമ്മങ്ങൾ ചെയ്യുന്നത്. ശരീരത്തിന് മുടിയെടുത്തിട്ട് റൂമിൽ കൂട്ടിയിടുക, അതിന് മുമ്പിൽ വെച്ച് കൊല നടത്തുക എന്നുള്ളതൊക്കെ. ദേഷ്യപ്പെട്ടാൽ മാതാപിതാക്കളുടെ മുഖത്ത് തുപ്പുമായിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളും പറഞ്ഞു. ഒരുപാട് കഥകൾ ഇതിന്റെ പിന്നിൽ വരും. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിൽ കാര്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുന്നില്ല. കാരണം അത് കൊല്ലപ്പെട്ടത് ബന്ധുക്കൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയുമ്പോൾ പിന്നെ ശക്തമായിട്ട് വാദിക്കാൻ ആളില്ല. മറ്റൊരാളാണെങ്കിൽ അവരുടെ വീട്ടുകാരല്ലെങ്കിൽ ഫോളോ ചെയ്യും, ഇതിൻ്റെ പുറകെ പോകും. എന്താണ് അതിൻ്റെ ഇത് വേണ്ടപ്പെട്ടവർ തന്നെ മരിച്ചാൽ ആ ഒരു സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കും, പബ്ലിക് പ്രോസിക്യൂഷൻ ആ വാദം നടന്നു പോകും, ശിക്ഷ വിധിക്കും. താല്പര്യമില്ല. ബന്ധുക്കളാണെങ്കിൽ ഇവൻ്റെ ഭാഗത്ത് നിന്ന് വാദിക്കില്ല, എതിരായിട്ട് വാദിക്കാനും ആളുള്ളത്. എതിരായിട്ട് നിൽക്കുന്ന സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് വാദിക്കുന്നത്. പക്ഷേ അതും വാദിക്കും, ഇയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇയാൾ ചെയ്തു, അതെങ്ങനെ അതിനെപ്പറ്റി ആ തലത്തിലേക്ക് അന്വേഷണം പോകുന്നില്ല. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേഡലിൻ്റെ കേസ് എത്ര വർഷങ്ങളായി അത് തെളിയിക്കപ്പെടേണ്ടല്ല. ആൾ ഉണ്ടായിരുന്നു, കസ്റ്റഡിയിലുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ ആ മനസ്സിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്.